കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പം നല്ല ഓമയ്ക്ക ഇരിക്കുന്നുണ്ട്. അങ്ങനെ അത് കൈക്കലാക്കി 30 രൂപ കൊടുത്ത് ഈ ഒരെണ്ണം വാങ്ങിച്ചു. അങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് കുറേ ദിവസം എടുത്തൊന്ന് പഴുക്കാനായിട്ട്. ഇത് നല്ലവണ്ണമൊന്നും പഴുത്ത് കിട്ടില്ലെന്ന് തോന്നുന്നു, പക്ഷേ അത് മുറിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് നിന്ന് എടുത്ത് നോക്കിയാണ്. കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇത് 30 രൂപയ്ക്കാണ് കിട്ടിയത്. ഇവിടെ നല്ല വിലക്കുറവിന് ഓമയ്ക്ക കിട്ടും. ഇത് മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന മാർക്കറ്റ് പഴം ഫ്രൂട്ട്സുകാരുടെ അടുക്കൽ നിന്ന് വാങ്ങിക്കുന്നതല്ല. ഇത് ഈ ബംഗാളികളൊക്കെ അവരുടെ കൃഷി സ്ഥലത്തു നിന്ന് സ്വന്തമായിട്ട് കൃഷി ചെയ്ത് നിന്നൊക്കെ പറിച്ചുകൊണ്ട് വരുന്നതാണ്. പക്ഷേ നമ്മൾ ഈ ഫ്രൂട്ട്സുകാരുടെ അടുക്കൽ നിന്ന് വാങ്ങിക്കുമ്പം അത് ആകം ചുമന്നിരിക്കും. അതുമല്ല, അത് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് കൊണ്ടുവരുന്നതായതുകൊണ്ട് അതിന് നല്ല മധുരമൊക്കെയാണ്. പക്ഷേ ഇത് നല്ല ഒറിജിനലാണ്, കുഴപ്പമില്ലാതെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. അത്രയും മധുരമൊന്നും കിട്ടത്തില്ല, എങ്കിലും കുഴപ്പമില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും. മുറിച്ച് നോക്കി, നല്ലതാണ്. പക്ഷെ അധികം പഴുത്ത് പോയിട്ടില്ല, നമുക്ക് കഴിക്കാൻ പറ്റിയ പരുവാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒന്ന് അതിൻ്റെ അരിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കഴിക്കണം. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. നല്ല മാർക്കറ്റിൽ നല്ല പഴങ്ങൾ കിട്ടും. അതും ഈ പേരയ്ക്ക, ഓമയ്ക്ക ഇങ്ങനെയുള്ള സാധനങ്ങൾ അവരവരുടെ കൃഷി സ്ഥലത്തുനിന്ന് പറിച്ചുകൊണ്ട് വരുന്നതായതുകൊണ്ട് ഇവിടെ നല്ല ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ കിട്ടും. എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓമയ്ക്ക എനിക്ക് നല്ല ഇഷ്ടമാണ്. നല്ല ഫ്രൂട്ട്സിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് ഓമയ്ക്ക. നമുക്ക് നിറയെ അരിയുണ്ട്, അരിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കഴിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വെറുതെ ഞാനത് വാങ്ങിച്ചു ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. മാർക്കറ്റിൽ കണ്ടപ്പം ഞാൻ മിക്ക ദിവസം മാർക്കറ്റിൽ പോകുമ്പോൾ വാങ്ങിക്കാറുണ്ട് ഇതുപോലെ ഓമയ്ക്ക കണ്ട്. ചിലപ്പോൾ അവർ നല്ല പഴുത്ത ഓമയ്ക്ക കൊണ്ടുവരും, അതിന് നല്ല മധുരമായിരിക്കും. ഇത് വലിയ മധുരമൊന്നും ഇല്ലെന്ന് തോന്നും, കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോയും ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ ആയിട്ടാണ് എൻ്റെ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്കിതുപോലെ ചെറിയ വീഡിയോയുമായിട്ട് കാണാം. ഓക്കേ.